നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. കുറച്ച് ദിവസം അല്പം തിരക്കുകളായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. കുറച്ച് നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോണതേ. ഇപ്പോൾ ഈ മൂലം നക്ഷത്രം, പുരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രം, ഇന്ന് ആളുകൾക്കൊക്കെ ധനത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് പറയണം. ധനനഷ്ടം ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോഴേ ഈ മകരമാസം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക്. അതായത് മൂലം നക്ഷത്രം, പുരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ മകരമാസം എന്ന് പറഞ്ഞാലേ അല്പം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്രണങ്ങൾ, ഒടിവുകൾ, ചതവുകളൊക്കെ വന്നെത്താനായിട്ട് സാധ്യതയുണ്ട്. ശരീരത്തിൽ വ്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒടിവുകൾ വരാൻ സാധ്യതയുണ്ട്, ചതവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ വരെ വഞ്ചിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. ധനമായിട്ടാണെങ്കിലും മറ്റേ പ്രവൃത്തിയിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവർ വരെ ദ്രോഹിക്കാനും വഞ്ചിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ് ഈ മൂലം, പുരാടം, ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ മകരമാസം അത്ര ഗുണമല്ല. പല രീതിയിൽ വിഷമസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രം, ചതയം നക്ഷത്രം, അവർക്ക് തൊഴിലിൽ അല്പം മെച്ചപ്പാടുണ്ടാവും ഈ സമയം എന്ന് പറഞ്ഞാലേ. ഈ മകരമാസം എന്ന് പറഞ്ഞാൽ അവർക്ക് അല്പം തൊഴിലിൽ മെച്ചപ്പാടുണ്ടാവും. ധനം അല്പം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഉടനെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നാൽക്കാലികളെ കൊണ്ടൊക്കെ മെച്ചം വരും. ഈ നാൽക്കാലികളെയൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതുകൊണ്ടൊക്കെ മെച്ചം വരും. അങ്ങനത്തെ സമയമാണ് തിരുവോണം നാളർക്കും അവിട്ടം നാളിനും ചതയത്തിനൊക്കെ വന്നത്. ഈ മകരമാസം എന്ന് പറഞ്ഞാലേ പല രീതിയിലുള്ള ഗുണങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ട് ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് ജോലിയാവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ കൂടുതൽ ധനം വന്നു തരാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയമാണ് തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രക്കാർക്ക് മകരമാസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം, അവർക്കും അല്പം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. കാശ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വരുന്നതിൽ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുണ്ട്. ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ. അതുപോലെ തന്നെ അലച്ചിലിന് സാധ്യതയുണ്ട്. അനവധി കാര്യങ്ങളായിട്ട് അലച്ചിലായി പോകും. അതുപോലെ തന്നെ ചിലവുകൾ അനവധി വർദ്ധിക്കും. സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ജോലിയായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ മാനസിക ക്ലേശങ്ങൾ അനവധി വരുന്ന സമയമാണ് മകരമാസം. പൂരുരുട്ട നക്ഷത്രക്കാർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കൊക്കെ പല മാനസിക ക്ലേശങ്ങൾ വന്നു ചേരും. അവരുടെ ജോലിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവാം, ധനം നഷ്ടപ്പെട്ടു പോവാം, അനവധി അലച്ചിലിന് സാധ്യതകളുണ്ട്, ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയമാണ്. അതുപോലെ തന്നെ മകേര്യം, തിരുവാതിര, പുണർദം, ഈ നാളുകാർക്ക് ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാവും മകരമാസത്തിലെ. അതുപോലെ ദൂരയാത്രയ്ക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള മനോദുഃഖങ്ങൾ വന്നു ചേരാൻ സാധ്യതകളുണ്ട്. ചെറിയ ഭയപ്പാടുകൾ വന്നു ചേരാൻ സാധ്യതകളുണ്ട്. ഇതെല്ലാം വന്നാലും ധനം ആയിട്ട് ഇവർക്ക് ഉന്നതിയും ഉയർച്ചയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ. പുതിയ ജോലി സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ. മകേരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും അവർക്ക് മകരമാസം മെച്ചമാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. ദൂരയാത്രയ്ക്ക് സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള പല ഗുണങ്ങളാണ് അവർക്ക് വരുന്നത്. ഇങ്ങനെ കുറച്ച് നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വരുന്ന സമയമാണ് മകരമാസം. ഇത് ഗുണങ്ങൾ വരുന്നത് പ്രധാനം മകേരം, തിരുവാതിര, പുണർദ നാളുകാർക്ക് ഗുണങ്ങളാണ്. തിരുവോണത്തിന്, അവിട്ടത്തിന്, ചതയത്തിനൊക്കെ അല്പം ഗുണങ്ങളാണ്. അങ്ങനെ കുറച്ച് നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുണ്ട്. എന്തായാലും ഭഗവാൻ എല്ലാവരെയും കാക്കട്ടെ. ഈ ഗുണദോഷങ്ങളൊക്കെ മാറി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ഭഗവാൻ തരട്ടെ. ഈ ദോഷസ്ഥിതിയുള്ള നാളുകാർക്ക്, മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക്, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കൊക്കെ മഹാദേവന് വഴിപാടെടുത്ത് പ്രാർത്ഥിക്കാം, കൃഷ്ണന് വഴിപാടെടുത്ത് പ്രാർത്ഥിക്കാം, സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം. അതിൽ നിന്ന് ഈ ദുഃഖത്തിൽ നിന്നൊക്കെ മോചനമാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും പ്രാർത്ഥിക്കുക, എല്ലാവരും മഹാദേവൻ്റെ പോയി പ്രാർത്ഥിക്കുക. എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ആപത്തുകളും എല്ലാം നീങ്ങട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. സർവൈശ്വര്യങ്ങളും ദോഷങ്ങളും എല്ലാം മാറട്ടെ, എല്ലാ ദുരിതങ്ങളും മാറട്ടെ. എല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശുഭദിനാശംസകൾ. എല്ലാ നന്മകളും നേരുന്നു.